ഹലോ നമസ്കാരം എല്ലാവർക്കും ഒരിക്കൽ കൂടി എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങൾക്ക് കാണിക്കാൻ പോകുന്നത് നമ്മൾ കേരള പോലീസിനെ കുറിച്ച് നമ്മൾ ഷെരീഫ് ബ്രോ എന്താ പറയുന്നത് നോക്കിയാലോ. ഇപ്പോൾ കേരളത്തിൽ കാണുന്ന ഒരു പ്രശ്നമാണ്, ഒരു തെറ്റും ചെയ്യാതെ കൊണ്ടുപോയി ക്രൂരമായി തല്ലിച്ചതക്കുന്ന നമ്മൾ കേരള പോലീസ് ആയ ഗുണ്ടകളെയാണ്. അപ്പോൾ അവരെ ഒതുക്കാൻ സമയമായിട്ടുണ്ട്, അല്ലെങ്കിൽ ജനങ്ങൾ ഇടപെട്ട് അവരെ ഒതുക്കണം. ഇങ്ങനത്തെ ക്രൂരന്മാരായ പോലീസുകാർ എന്തിന് വെച്ചേക്കുന്നത്? നമ്മൾക്ക് നീതി മേടിച്ച് തരാൻ ഉള്ള ആളുകളാണ് അവർ. പിന്നെ അവരിങ്ങനെ ചെയ്താൽ നമ്മൾ പാവപ്പെട്ട ജനങ്ങൾക്ക് എന്ത് നീതിയാണ് ലഭിക്കുക, അല്ലേ? എന്തായാലും അവരെക്കുറിച്ച് നമ്മൾ ഷെരീഫ് ബ്രോ എന്താ പറയുന്നത് ജസ്റ്റ് ഒന്ന് നമുക്ക് കേട്ടു നോക്കാം. ഹായ്, എന്താ വിശേഷം? സുഖല്ലേ? ഞാനിപ്പോൾ വന്നതെന്തിനറിയോ? കേരള പോലീസിന് ഇപ്പോൾ ഭയങ്കര കരികാലാണ്. ഇപ്പോൾ ഓരോ വീഡിയോസുകൾ ഇങ്ങനെ പുറത്തിറങ്ങുന്നുണ്ട്. നിങ്ങൾ കണ്ടു കാണും ഒരു വീഡിയോസ്. ഞാൻ കാണാത്തവർക്കായിട്ട് ഞാൻ ഒന്നുകൂടി പ്ലേ ചെയ്യാം. ഈ വീഡിയോസ് നിങ്ങൾ കണ്ടോക്കി. ചുമ്മാ വെറുതെ അടിക്കല്ലേ നായ്ക്കളെ. തിരിച്ചടിക്കണം എന്നാ ഞാൻ പറഞ്ഞത്. കാക്കിന്റെ ബലത്തിലാണ് അവരൊക്കെ ചെയ്യുന്ന നായ്ക്കള്. എന്താ കണ്ടങ്ങളെ വീഡിയോ? ഇതാണ് ഇപ്പോൾ മെയിൻ പ്രശ്നം. അതിൻ്റെ ഇടയ്ക്ക് വേറെ രാഷ്ട്രീയ പാർട്ടിക്കാരുള്ള ഇടപാട് വേറെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷെ ഞാൻ ഇതിനെ റിയാക്ട് ചെയ്യാനുള്ള കാരണം എന്താ അറിയോ? ഇത് ഒരു പിതാവും മോനുമാണ്. അവരുടെ ഹോട്ടലിൽ എന്തോ ഒരു കസ്റ്റമർ ഉണ്ടാക്കിയ ഒരു ഇഷ്യൂവിനെ ഇവർ ചോദ്യം ചെയ്തതിനെ തുടർന്നിട്ട് പോലീസ് വന്ന് ആ പോലീസുകാർ സ്റ്റേഷനിലേക്ക് വിളിപ്പിച്ചിട്ട് ഒരു പിതാവിന്റെ മുമ്പിൽ വെച്ചിട്ട് മകനെയും മകന്റെ മുമ്പിൽ വെച്ച് പിതാവിനെയും അടിക്കുന്ന ഒരു വീഡിയോ ആണ് ഇപ്പൊ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്നത്. എന്തിനൊരു മര്യാദ ഉണ്ട്? കേരള പോലീസിനെ മുഴുവൻ ഞാൻ പറയല്ല. ഇപ്പൊ കേരള പോലീസിനെ തന്നെ എടുത്താ ഇപ്പൊ നിങ്ങൾക്ക് ഞാനൊരു വീഡിയോ കാണിച്ചു തരാം. കണ്ടോ? വ്യക്തികളൊക്കെ ഒക്കെ അറിയും. ഷാനവാസ് എന്ന പേര്. പുള്ളിക്കാരന് ഏത് അമ്പലപ്പറമ്പിലായാലും ശരി, എവിടെ ധൈര്യമായിട്ട് എന്തൊക്കെ വലിയ പ്രശ്നങ്ങളുടെ ഇടയിലാണെങ്കിലും മൂപ്പരെ കൊണ്ടുപോയി നിർത്തിയാല് പുള്ളിക്കാരനെ ആ ചിരിച്ചുകൊണ്ടേ സംസാരിക്കുള്ളൂ. ജനങ്ങൾക്ക് അത് ഇഷ്ടമാണ്. കാരണം പുള്ളിക്കാരൻ എന്ത് പ്രശ്നം നേരിടുകയാണെന്നുണ്ടെങ്കിലും ആ പുഞ്ചിരി ഉണ്ടാവും. അതുകൊണ്ട് തന്നെ ഇയാളെ മനസ്സിരുത്തി എല്ലാ മനുഷ്യരും ഒരുപോലെ ഇയാളെ ഇഷ്ടപ്പെടുന്നുണ്ട്. ഇയാൾ ഒരു പോലീസുകാരനാണ്. എല്ലാ പോലീസിനും ഞാൻ കുറ്റം പറഞ്ഞിട്ടില്ല. പക്ഷെ ഇതുപോലുള്ള പോലീസ് ഗുണ്ടകളാവൂലേ, അങ്ങനത്തെ കുറച്ച് ആളുകൾ ഇന്നും കേരള പോലീസിലുണ്ട്. ഇതിലൊന്നും ഒരു രാഷ്ട്രീയം മിക്സ് ചെയ്യാൻ പാടില്ല. കാരണം എന്താ അറിയോ? ഇനിയിപ്പോ ഏത് പാർട്ടിക്കാർ ഭരിച്ചാലും ശരി, അവിടെ നിൽക്കുന്ന ഇതുപോലെ SIO CIO സ്വയം വിചാരിക്കാണ്ട് ഒരിക്കലും മനുഷ്യരോട് മര്യാദക്ക് പെരുമാറാതെ ഈ ഒരു വ്യവസ്ഥിതി നമ്മുടെ നാട്ടിൽ നിന്ന് ഒരിക്കലും പോകൂല. ഇപ്പൊ ഗൾഫ് രാജ്യങ്ങളിൽ എന്തെല്ലാം പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലും ശരി, അവര് വന്ന് കൈ തന്ന് നമ്മളോട് സലാം പറയും. ഇപ്പൊ അതല്ലെന്നുണ്ടെങ്കിൽ ഇനിയിപ്പോ ഒരു മുസ്ലിം അല്ലാത്തൊരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ അവരുടെ പ്രശ്നങ്ങൾ എന്താണെന്ന് ചോദിച്ചറിയും. എന്നതിന് ശേഷം അവര് ബാക്കിയുള്ള ഇനിയിപ്പോ 2 എണ്ണം അവർക്ക് പൊട്ടിക്കണം, അത് നടു റോട്ടിലിട്ട് ചെയ്യൂല. അവരകത്ത് കൊണ്ടുപോയിട്ട് തെറ്റുണ്ടെന്ന് ഉറപ്പ് വന്നാൽ മാത്രമേ അത്തരം ശിക്ഷയിലേക്കും തല്ലിലേക്കും ഒക്കെ ഈ മറ്റേ സൗദി, ഖത്തർ, ദുബായ് ഇങ്ങനെയുള്ള മറ്റ് രാജ്യങ്ങളിലെ എല്ലാ പോലീസുകാരും പിന്നെ നിൽക്കുള്ളൂ. നമ്മുടെ നാട്ടിൽ അങ്ങനെയാണോ? ആദ്യം ഒന്ന് മോറടക്കാൻ കൊടുക്കും, 4 തള്ളക്കും വിളിക്കും, എന്നിട്ടാ ചോദിക്കുക എന്താ ബാലകൃഷ്ണ പ്രശ്നം എന്ന്. അപ്പോൾ ഇതാണ് നമ്മുടെ നാട്ടിലത്തെ മിക്ക പോലീസിന്റെ അവസ്ഥ. എന്നാൽ നല്ല പോലീസും ഉണ്ട്. ഇപ്പൊ ഞാൻ ഈ ഇടയായിട്ട് എനിക്ക് പോലീസ് സ്റ്റേഷനിൽ പോകേണ്ട ഒരു കാര്യം ഉണ്ടായിരുന്നു. നിങ്ങൾക്കൊക്കെ അറിയുന്നത് തന്നെയാണ്. ആ ഷാജിദാടെ വിഷയമായിട്ട് പോകേണ്ട ഒരു വിഷയം ഉണ്ടായിരുന്നു.
അപ്പൊ അവിടെ CIനോട് എനിക്ക് സംസാരിക്കേണ്ടി വന്നു, SIനോട് സംസാരിക്കേണ്ടി വന്നു. എന്നോട് എല്ലാ മര്യാദയും നിലനിർത്തിയിട്ട് തന്നെയാണ് അവർ സംസാരിച്ചിട്ടുള്ളത്. അങ്ങനെയുള്ള പോലീസുകാരും ഉണ്ട്. അതിലുപരി പിന്നെ ഇവിടുത്തെ മണ്ണാർക്കാട് CI എന്ന് പറയുന്ന അയാൾ മുൻ അധ്യാപകനാണ്. അയാളുടെ സംസാരത്തിൽ ഒരു പോലീസുകാരനെ ഉപരി എനിക്ക് ഫീൽ ചെയ്ത ഒരു അധ്യാപകന്റെ സംസാരമാണ്. അയാൾ കാര്യങ്ങളൊക്കെ വ്യക്തമായി നമ്മളോട് സംസാരിക്കുമ്പോൾ ഒരിക്കലും ഒരു പോലീസുകാരന്റെ രീതിയിലല്ല എന്നോട് സംസാരിച്ചത്. എന്നാൽ അവിടെ തന്നെ ഒരു ലേഡി കോൺസ്റ്റബിൾ ഉണ്ടായിരുന്നു. പുള്ളിക്കാരി ഒന്നിങ്ങോട്ട് എന്താ ഏതാന്നൊക്കെ ചോദിച്ചിട്ട് കുറച്ച് കാടായി. അപ്പൊ എന്താണെന്ന് ചോദിച്ചു. എന്താണെന്ന് ചോദിച്ചപ്പോ എനിക്കൊരു കാര്യം മനസ്സിലായി. എന്ത് പിന്നെ ഇവള് സാജിതല്ലേ, ഇവള് ഓർക്ക് നിയമം പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അത് കണ്ട ആ ഭ്രാന്തിലാണ് എന്നോട് വന്ന് ചോദിച്ചത്. അപ്പൊ എന്താ വെച്ചപ്പോ അപ്പൊ പിന്നെ കുഴപ്പമില്ല എന്നും പറഞ്ഞു. അപ്പൊ ചെറിയൊരു സംഗതി കിട്ടി അവിടെ വെറുതെ ഷോ കാണിക്കണ പോലീസുകാർ ഇന്നും ഉണ്ട്. ഞാനിപ്പോ ഇതിൽ മെയിൻ പറയാനുള്ള റീസൺ എന്താന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, ഒരു പിതാവിനെ ഒരു മകനെ ഒരു റൂമിനകത്തിട്ടിട്ട് ഈ SI കാണിക്കുന്ന തെമ്മാടിത്തരം പറയാതിരിക്കാൻ എനിക്ക് പറ്റിയില്ല. എന്തോരം അടിയാണ് ആ ചെങ്ങായിനെ അടിക്കണത് മുഖത്തേക്ക്. എന്നിട്ട് ആ മോനെ ഒറ്റക്ക് കൊണ്ടുപോയി വേറെയും തല്ലുന്നുണ്ട്. ഇതൊക്കെ ശരിക്കും ചോദ്യം ചെയ്യപ്പെടേണ്ട കാര്യം തന്നെ. ഒരു പരിഗണന അവിടെ കൊടുക്കരുത്. ഇപ്പൊ ഞാൻ അറിയാൻ കഴിഞ്ഞത് ഈ ഇടയായിട്ടാണ് ഈ പോലീസ് ഉദ്യോഗസ്ഥന് എന്തോ പ്രൊമോഷനും കിട്ടി എന്നുള്ളത്. സംഭവം ഇത് 2023 കഴിഞ്ഞ വിഷയമാണ്. പക്ഷെ ഈ എന്താ പറയാ, ഈ കോൺഗ്രസിന്റെ ഒരു പ്രവർത്തകനെ പോലീസുകാരൻ കൊണ്ടുപോയി ഇങ്ങനെ തല്ലി ചതച്ചതിന്റെ പേരിലുള്ള പ്രതിഷേധത്തിലാണ് ഇപ്പോ ഈ വീഡിയോസ് മുഴുവൻ ഇറങ്ങുന്നത്. ഇപ്പൊ കേരള പോലീസില് നടന്ന എല്ലാ സംഭവങ്ങളും ഒരുവിധപ്പെട്ട വീഡിയോസ് ഒക്കെ ഇപ്പൊ പുറത്തു വരാൻ തുടങ്ങി. സത്യം പറഞ്ഞത് ഇങ്ങനെ പുറത്തു വരണം. തെറ്റ് ചെയ്തവൻ ശിക്ഷിക്കണം. ഇപ്പൊ നമ്മളിങ്ങനെ ആഗ്രഹിക്കുന്നുണ്ട്, പിന്നെ ഉമ്മാനെ കൊന്നവനെയും അല്ലെങ്കിൽ മറ്റേ ഒരു അരപ്പവനോ അല്ലെങ്കിൽ ഒരു ഗ്രാമിനോ വേണ്ടിയിട്ട് മറ്റേ എത്രയോ പ്രായമുള്ളവരെ കഴുത്തറുത്ത് കൊന്നും കാത് മുറിച്ചു കൊന്നും ഇങ്ങനെയൊക്കെ ചെയ്യും. ഇവർക്കൊന്നും ഇത് കിട്ടണില്ലല്ലോ. എന്തെങ്കിലും ഇപ്പൊ ഒരു ഹോട്ടലില് ഒരു പ്രശ്നം ഉണ്ടാക്കി എന്ന് പറഞ്ഞതിന്റെ പേരില് ഒരു സ്വന്തം മകന്റെ മുമ്പിൽ വെച്ചിട്ടല്ലേ ആ പിതാവിന് എത്ര നിസ്സഹായനായിട്ടാണ് ആ മനുഷ്യൻ അവിടെ നിൽക്കുന്നത്. നിങ്ങൾ ആ വീഡിയോയിൽ കണ്ടാൽ തന്നെ നിങ്ങൾക്കറിയാം. അപ്പൊ ഇതുപോലുള്ള കാര്യങ്ങളിൽ ചോദ്യം ചെയ്യപ്പെടുന്നേ വേണം. ഇതിനെക്കുറിച്ച് എല്ലാവരും പ്രതികരിക്കുന്നേ വേണം. ഇത് വെറും രാഷ്ട്രീയമാണ്. ഇത് അവര് ഭരിച്ചതുകൊണ്ട് ഇവര് ഭരിക്കാത്തത് കൊണ്ട് ഇങ്ങനത്തതില്ലാണ്ട് എല്ലാരും ഒറ്റക്കെട്ടായി നിന്ന് ശക്തമായി ഇതിനെതിരെ നമ്മൾ എല്ലാ നിലപാടുകളും സ്വീകരിക്കണം. അപ്പോഴേ ഇങ്ങനെയുള്ള പോലീസുകാര് നമ്മുടെ കേരള പോലീസിൽ ഇല്ലാണ്ടിരിക്കും. ലോകത്ത് ഒരു മകനും ഒരു പിതാവിനും ഇത്തരം ഗതി വരാതിരിക്കട്ടെ. കാരണം കണ്ടു നിന്ന് സഹിക്കണില്ല. എന്തൊക്കെ പറഞ്ഞാലും ഈ വീഡിയോ ഇറങ്ങിയതിനു ശേഷം അവർ എത്ര ആളുടെ മുന്നിൽ തലകുനിച്ചിട്ടുണ്ടാവും. എന്നാൽ അവർ ചെയ്ത തെറ്റെന്താ? വലിയ വലിയ തെറ്റുകൾ ചെയ്യുന്ന എത്രയോ പേര് ഇന്നും വെള്ളയും ഇട്ടിട്ട് നല്ല കാറിൽ AC പോകുന്നവരില്ലേ? അവർക്കൊന്നും ഒരു പ്രശ്നമല്ല. ഇത്തരം ചെറിയ കാര്യങ്ങളിൽ നമ്മുടെ നാട്ടിൽ ഏറ്റവും വലിയ പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ, ഏറ്റവും വലിയ കുറ്റം ഒന്ന് മറ്റേ സീറ്റ് ബെൽറ്റ് ഇട്ടില്ല, രണ്ടാമത്തത് ഹെൽമെറ്റ് ഇട്ടില്ല. ഇതൊക്കെയാണ് ഏറ്റവും വലിയ പ്രശ്നം. കൊല്ലും കൊലയ്ക്ക് നിസാരാണ്. അവരൊക്കെ പൂമാലിട്ടിട്ടാണ് അവിടെ സ്വീകരിക്കുന്നത്. അവരൊക്കെ എന്തൊക്കെ സ്വീകരണങ്ങളും എന്തൊക്കെ വാഴ്ത്തലുകളാണ്. അവർക്കൊക്കെ എല്ലാ അംഗീകാരങ്ങളും ഉണ്ട്. അപ്പൊ ഇങ്ങനെ മുഷിഞ്ഞിരിക്കുന്ന പോലീസുകാർക്ക് എന്തെങ്കിലും ഒരു പണിയെടുക്കണ്ടേന്ന് വിചാരിച്ചിട്ടാവും ഇങ്ങനെ വരുന്ന പാവങ്ങളുടെ നെഞ്ഞത്തേക്ക് കയറുന്നത്. എന്തായാലും ഇതൊരിക്കലും കണ്ടു നിൽക്കാൻ സഹിക്കാത്തൊരു കാര്യമാണ്. ഇനി ആർക്കും ഇങ്ങനെ ഒരു ഗതികേട് വരാതിരിക്കട്ടെ, അത്രേ പറയുന്നുള്ളൂ. അപ്പൊ ഓക്കെ, കൊടുക്കണം പണി തിരിച്ചിട്ട്.